ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നൊരു ചൊവ്വാഴ്ചയാണ്. വൈകുന്നേരം വിളക്ക് കൊളുത്തി. വ്യാഴം വെള്ളി ദിവസങ്ങളൊക്കെയാണ് ഞാൻ 5 തിരിയിട്ട് മിക്കവാറും വിളക്ക് കൊളുത്തുക കേട്ടോ. അല്ലാത്ത പിന്നെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസം അതല്ലെന്നുണ്ടെങ്കിൽ 2 തിരിയുള്ള വിളക്കാണ് കൊളുത്തുക. അപ്പോൾ ഇന്ന് വിളക്കൊക്കെ കൊളുത്തി എൻ്റെ നാമജപമൊക്കെ കഴിഞ്ഞു. ഞാൻ മിക്ക ദിവസം സഹസ്രനാമം ചൊല്ലും കേട്ടോ. അതിപ്പോൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ലളിത സഹസ്രനാമം, അതല്ലാത്ത ദിവസങ്ങളിലൊക്കെ വിഷ്ണു സഹസ്രനാമം ചൊല്ലും. അപ്പോൾ ഇതാണ് എൻ്റെ പുസ്തകം. പിന്നെ ദിവസം മുടങ്ങാതെ ചൊല്ലുന്നതാണ് കനകധാര സ്തോത്രം. ഇത് വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ ചൊല്ലുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ. സഹസ്രനാമം ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മുടക്കാൻ തോന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി നമ്മൾ ചൊല്ലും. എന്നാൽ ഒരു ദിവസം ചൊല്ലിയില്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഒരു ഇതൊന്നുമില്ല. ഞാൻ ചില ദിവസങ്ങളിൽ ഇപ്പം നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, വെറുതെ കുറച്ച് ഓട്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാത്രിത്തേക്ക് എനിക്കങ്ങനെ ചോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും അങ്ങനെ എരിവുള്ള ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഇത്ര ഹെവി ആയിട്ടൊക്കെ കഴിക്കുന്ന ദിവസം ചില ദിവസം എനിക്കങ്ങനെ തോന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ വെയിറ്റ് ലോസൊക്കെ നമുക്ക് വേണം എന്നുള്ള സമയത്തും ഞാനിങ്ങനെ നൈറ്റിൽ ഓട്സ് ഇതുപോലെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിരിക്കുന്ന മൾട്ടിഗ്രെയിൻ ഓട്സാണ്. അതും വേറെ 1-2 സാധനങ്ങൾ കൂടെ ഒരു 5 സംഭവങ്ങളുണ്ട് ഇതിൽ. അപ്പം ഇതുപോലത്തെ ഒരു ഓൾഡ് ഓട്സാണ് കേട്ടോ. അപ്പോൾ അതിൽ ഈ റാഗിയുണ്ട്, ബജ്ര അല്ല റാഗിയുണ്ട്, പിന്നെ ബാർലി ഉണ്ട്, പിന്നെ ഗോതമ്പ് അതുണ്ട്, പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡും കൂടെ ഉള്ളത് കൊണ്ട് അത് നല്ലോണം ഇങ്ങനെ കാച്ചി കഴിയുമ്പോൾ നന്നായിട്ട് കൊഴുത്ത് വരും. ഒരു കൊഴുപ്പുണ്ടല്ലോ, അതിന് ഒരു ജെൽ ഫോം ഉണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങനെ മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല. നമ്മൾ ഓട്സ് കാച്ചി കഴിക്കുന്ന സെയിം ഇത് തന്നെയാണ്. ഇതെല്ലാം ഫ്ലേക്സ് ആയിട്ടാണ് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇതേ വാങ്ങിക്കാറുള്ളൂ. നോർമൽ ഓട്സ് ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം. അപ്പം ഞാനിത് ഇങ്ങനെ കാച്ചി കുടിക്കും. ഈ മുകളിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്നതൊക്കെ ഇതാണ് റാഗിയാണ് കേട്ടോ. അപ്പോൾ റാഗിയും ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മളൊരു സാധനം കഴിക്കുമ്പോൾ എല്ലാം ആവുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് ശരിക്കും വിശന്നു കേട്ടോ. ഞാൻ കപ്പലണ്ടി കഴിക്കുകയാണ്. വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചായയുടെ കൂടെ. അപ്പോൾ എനിക്ക് ശരിക്കും വിശന്ന് പോയി നാമം ചൊല്ലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം. അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് എന്നാൽ അതങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്സിൻ്റെ പരിപാടികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പം ഞാനങ്ങ് സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്യും കേട്ടോ. ഇത് റോൾഡ് ഓട്സ് ആയതുകൊണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഇത് ഉണ്ടാക്കണം എന്ന് നമ്മൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് പ്ലാൻ ചെയ്യുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ടുണ്ടാക്കുമ്പം വേഗം കുക്കാവും. അപ്പോൾ ഇന്ന് ഞാനത് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഓട്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെൽഫ് ലവിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, നമ്മുടെ ലൈഫിലേക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു 3 പേര് എനിക്ക് എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് നമ്മുടെ ആതിര, പിന്നെ സുചിത്ര, ബീന. ഇത് 3 പേരാണ് കേട്ടോ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും 3 പേർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിൽ 2 പേർ, ഒരാളെ എനിക്ക് അറിയാവുന്ന ആളാണ് കേട്ടോ, ബീന. മറ്റ് 2 പേരും നമ്മുടെ ഫ്രണ്ട്സാണ്. അതായത് നമ്മുടെ സബ്സ്ക്രൈബറാണ്. അങ്ങനെ ഫ്രണ്ട്സ് ആയതാണ്. നമ്മൾ കമൻറ്റിലൂടെയാണ് ഇവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമുക്ക് എന്തായാലും സബ്ജക്റ്റിലേക്ക് വരാം കേട്ടോ. ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഭയങ്കര, ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സംഭവമൊന്നുമല്ല, എന്നാൽ ഇതൊരു വലിയ സംഭവമാണ്. അങ്ങനത്തെ ഒരു കാര്യമാണ്. ശരിക്കും നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി.
അതായത് നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ അതിനെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങളെ കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അതുപോലെ നെഗറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീക്ക്നെസ്, നമുക്ക് എന്താണോ നമുക്കറിയില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, നമുക്കതിൽ ഒരു കഴിവില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ തന്നെ ബോധവാന്മാരായിട്ടിരിക്കുക. ആരെന്ത് പറഞ്ഞാലും നമുക്കറിയാമല്ലോ നമ്മുടെ കഴിവുകൾ എന്താണ്, കഴിവില്ലായ്മകൾ എന്താണെന്നുള്ളത്. അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പിന്നെ ജേർണലിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒരാളോട് പറയാൻ തോന്നും. ചിലപ്പോൾ ചില സങ്കടങ്ങളായിരിക്കാം, ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്ത് തന്നെ ആയാലും നമുക്കൊരാളോട് ഷെയർ ചെയ്യണം തോന്നുന്ന കാര്യങ്ങൾ ഒരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും, അയ്യോ അയാളോട് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ മാറിപ്പോയി എന്നൊക്കെ നമ്മൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ജേർണലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് തന്നെയാണ് പറയുന്നത്. അത് എഴുതി വയ്ക്കുന്നേ ഉള്ളൂ. നല്ല കാര്യങ്ങളാവട്ടെ, നമ്മുടെ ലൈഫിലും നമുക്കുണ്ടായ വിഷമങ്ങളാവട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എഴുതി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കര വലുതാണ്. നമുക്കെന്തോ ഒരു ഭാരം ഇറക്കിയ പോലെ തോന്നും ഈ നമുക്കുള്ള വിഷമങ്ങളൊക്കെ എഴുതുമ്പോൾ. ഈ വിഷമങ്ങളൊക്കെ എഴുതി കഴിയുമ്പം നമ്മളത് ആ പേപ്പർ അങ്ങനെ സൂക്ഷിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, മിക്കവരും പറയാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓട്സ് കാച്ചി കഴിഞ്ഞിട്ട് നമ്മൾ ബീൻസ് തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഈ ബീൻസ് നമ്മുടെ നാട്ടിൽ നല്ല സുലഭമായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ താമസിക്കുന്ന ചെന്നൈയിലെ ഏരിയയിൽ ഈ ബീൻസ് പച്ചക്കറി കടകളിലൊന്നും കിട്ടില്ല കേട്ടോ. അവിടെ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ബീൻസേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്കിതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് വാങ്ങിക്കാനായിട്ട് നോക്കിയിട്ട് ഇവിടെ ഒന്നുമില്ല. പിന്നെ ഞാൻ കണ്ടുപിടിച്ചത് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്റ്റമാർട്ട് ഉണ്ടല്ലോ സ്വിഗ്ഗിയിലെ, അവിടെ നിന്നും സൊമാറ്റോ ഒന്നും മാറി ഞാൻ എവിടെയാണോ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടാണ് ഇപ്പം ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ ഈ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഇനിയിപ്പോൾ ജേർണലിംഗ് നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് മിററിൽ നോക്കി അങ്ങ് സംസാരിക്കാം, അത്രേ ഉള്ളൂ. നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മളോട് തന്നെ ഷെയർ ചെയ്യാം. അത് നമ്മളെക്കാളും നമ്മളെ മനസ്സിലാക്കുന്ന വേറൊരാൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൂടാതെ തന്നെ ഇതിനെപ്പറ്റി ഗവേഷണം നടത്തിയേക്കുന്ന ആൾക്കാർ, പഠിച്ചിട്ടുള്ള ആൾക്കാർ എല്ലാവരും പറയുന്നതും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ അതാണ് ശരി എന്നുള്ളത് നമുക്ക് തന്നെ തോന്നും. അപ്പോൾ പിന്നെ നമ്മുടെ തോട്ട്സ്, നമ്മുടെ സെൽഫ് ടോക്ക്, ഇതൊക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളെന്താണ്, നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ ഒരു ബോധം വരാനായിട്ട്. അപ്പം ഇപ്പോൾ പറഞ്ഞ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. പിന്നെ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തരായി ജീവിക്കുന്നതിനൊപ്പം നമ്മൾക്ക് കുറേ ഡ്രീംസ് ഉണ്ടാവും. ചിലപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് പോരാന്നുള്ള തോന്നലുകൾ ഉണ്ടാവും. ആയിക്കോട്ടെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കാം, ആഗ്രഹിക്കാം. അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷേ ഈ നിമിഷം നമുക്ക് എന്തുണ്ടോ അതിന് താങ്ക് യു പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എന്താണോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്, ഈ നിമിഷം വരെ നമ്മുടെ കയ്യിൽ നമുക്ക് വന്ന എല്ലാ ബ്ലെസ്സിങ്സിനും താങ്ക് യു പറഞ്ഞിട്ട് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിലും ഈ ഒരു കാര്യം ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിന് ഭയങ്കര മാറ്റം വരും കേട്ടോ. ഇത് ഞാൻ എൻ്റെ അനുഭവം കൂടി കൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മളതിൽ നമ്മളെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതങ്ങ് മാറ്റുക. നല്ല കാര്യങ്ങൾ ചെയ്താൽ ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞു കാര്യമായിരിക്കും, നമ്മൾ നന്നായിട്ടൊരു ഡിഷ് കുക്ക് ചെയ്തു, നല്ലൊരു കറി ഉണ്ടാക്കി, അപ്പോൾ അത് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ ആരും നമ്മളൊന്നും അപ്രീഷിയേറ്റ് ചെയ്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. അതിന് പകരം നമ്മളെ തന്നെ അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യുക. നന്നായിട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഇനിയും ഉണ്ടാക്കണം ഇതുപോലെ, അല്ലെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. അത് ഒരു കുഞ്ഞു കാര്യം ആയിക്കോട്ടെ, എന്നാൽ പോലും നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ തന്നെ കൊണ്ടുവരാം. അതും നമുക്ക് ഭയങ്കര കോൺഫിഡൻസും നമ്മളോടുള്ള ഒരു ബോണ്ടിങ് നമുക്ക് ഭയങ്കരമായിട്ട്
കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തിയാണ് നമുക്ക് ശീലം. എന്നാലും അത് ശരിയായില്ല, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്ത് ചെയ്താലും ഇങ്ങനെയാണ്, അങ്ങനത്തെ കുറ്റപ്പെടുത്തലുകൾക്ക് പകരം കുറച്ച് അപ്രീസിയേഷൻ വരുമ്പോൾ ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ആവും നമ്മളിലുള്ള നമ്മൾ കേട്ടോ. പിന്നെ നമ്മളെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആ പരിപാടി, കമ്പയർ ചെയ്യുന്ന പരിപാടി, അതൊക്കെ അങ്ങ് നിർത്താം. എന്ത് വന്നാലും എന്തൊരു കുഞ്ഞു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞ് തോൽവിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് ആയിരിക്കാം, അതിന് നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ അങ്ങ് കുറ്റപ്പെടുത്തും. അല്ലെങ്കിലും ഇങ്ങനെയാണെന്ന് പറഞ്ഞ്. അതല്ലെങ്കിൽ നമ്മൾ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യും, അവരെന്ത് നന്നായിട്ട് ഇരിക്കുന്നു, നീ എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്ത നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ അതങ്ങ് നിർത്തുക. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ താഴത്തേക്ക് പോയി സീറോയിലും താഴത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക, ഒരു ബ്രേക്ക് കൊടുക്കുക. ആ ബ്രേക്കിൽ നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു സമയം നമുക്ക് കിട്ടും. അതല്ലാതെ നമ്മളെ പ്രഷറൈസ് ചെയ്ത് നമ്മളെ അങ്ങ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലായിപ്പോവും നമ്മൾ. പിന്നെയാണ് നമ്മൾ ഈ ഡിപ്രഷനിലേക്കൊക്കെ പോവുക. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഹെൽത്തിൻ്റെയും ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൻ്റെയും കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ നന്നായിട്ട് നമ്മുടെ ബോഡി ഒന്ന് ഫിറ്റാക്കി വയ്ക്കുക, അതിന് വേണ്ട എക്സസൈസും നല്ല ഹെൽത്തി ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. നമ്മളെ തന്നെ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാമാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരും. അതായത് നമ്മുടെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതൊന്നുമല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വരാം. ഇത് നമ്മൾ കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡിഷ് വാഷിംഗ് ഡ്രൈയിങ് ട്രേ വാങ്ങിച്ചത് സ്റ്റീലിൻ്റെ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റിവ്യൂ പറയാമെന്നുള്ളത്. നല്ലൊരു സാധനമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ സ്റ്റീലൊക്കെ നല്ല സ്റ്റീൽ ക്വാളിറ്റി ഉള്ളൊരു സ്റ്റീലാണ് കേട്ടോ. അങ്ങനെ ചളങ്ങുന്ന ടൈപ്പൊന്നുമല്ല, നല്ല ബലത്തിലുള്ളതാണ്. പിന്നെ ട്രേ നമുക്ക് ഊരിയെടുക്കാനും വെക്കാനും നല്ല സൗകര്യമാണ്. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന എവിടെയാണോ അവിടെ വെച്ച് നമ്മൾ സിങ്കിൻ്റെ തൊട്ടടുത്ത് വെച്ച് പാത്രം കഴുകി ഇതിലേക്ക് വെച്ചാൽ വെള്ളം താഴെ വീഴില്ല, ട്രേയിൽ വന്ന് വീഴും. ആ ട്രേ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് സിങ്കിലേക്ക് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ വെള്ളം താഴെ വീഴാതെ മാറ്റി ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ കൈ വെച്ച് കാണിച്ചത്, അത്രയും വീതി ഉണ്ട് അതിന്. അപ്പോൾ അത്രയും വീതി നീളമുണ്ട്, അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങളുണ്ടെങ്കിൽ ഇതിൽ കൊള്ളും. അപ്പോൾ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പറയണം കേട്ടോ, സെൽഫ് ലവ് ഉള്ള ആൾക്കാരാണോ നിങ്ങൾ, അല്ലെങ്കിൽ സെൽഫ് ലവ് ഒട്ടും തോന്നാത്ത ആൾക്കാരാണോ, പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണോ, എങ്ങനെയാണ് നമ്മുടെ ലൈഫ്, നമ്മളെ തന്നെ നമ്മൾ കാണുന്നത് എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് എനിക്കും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാറു വന്നിട്ട് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഇതുപോലെ കഴുകി ഒരു ബോക്സിലോ എന്തെങ്കിലും കുപ്പിയിലോ ഒക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്തവണ ഞാൻ ഫ്രൂട്ട്സൊന്നും അധികം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു ഈ സമയത്ത്. അപ്പോൾ ആൾ ഇത് നോക്കിയിട്ട് പേരക്ക ഇരിപ്പുണ്ട്, പേരക്ക അവൾക്ക് അത്ര ഇഷ്ടമല്ല, എന്നാൽ അവൾക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് വന്ന് കഴിക്കുകയാണ് കേട്ടോ. ഒരെണ്ണമൊക്കെ കഴിക്കുള്ളൂ, അധികമൊന്നും കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ ആൾ വന്നിരുന്ന് അത് കഴിക്കുകയാണ്. പിന്നെ ഇടനേരത്തൊക്കെ ഈ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിലും നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ച സ്നാക്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്രൂട്ട്സോ ഒക്കെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ പിള്ളേരെ നമുക്ക് ശീലിപ്പിക്കുന്ന പോലെ ഇരിക്കും എല്ലാം. മറ്റതൊക്കെ കൊടുത്തങ്ങ് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും നമ്മളൊന്ന് ശ്രമിച്ചാൽ പിള്ളേരെ മാറ്റാൻ പറ്റും കേട്ടോ. നമ്മൾ വിചാരിക്കും ഇവരെ മാറ്റാൻ പറ്റില്ല എന്ന്, പക്ഷേ പിള്ളേർ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മാറും എന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ.
അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചീനിച്ചട്ടി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുട്ട വറുത്തതാണ്. ഞാൻ മുട്ട ചിക്കി പൊരിച്ച് ഇങ്ങനെ തോരൻ മാതിരി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഷൈച്ചേട്ടന് കൊടുക്കുമ്പോൾ കുറവല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ഇതിൽ തന്നെ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് ഒരിത്തിരി ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ബാലൻസ് ഉണ്ടായിരുന്ന ഇതും കൂടെ ഞാൻ കൂട്ടി യോജിപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഹെവി ആയിട്ടൊന്നും ഷൈച്ചേട്ടനും കഴിക്കില്ല. പിന്നെ ഞാൻ ആളെ നോക്കിയിരിക്കാറില്ല കേട്ടോ. ഇപ്പം കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കും. കാരണം ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഷൈച്ചേട്ടൻ കഴിക്കുമ്പം ചിലപ്പോൾ വൈകും, ചിലപ്പോൾ സമയത്തിന് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിരുന്നാൽ എനിക്കത് പറ്റില്ല. അതുകൊണ്ട് രാത്രി ഇപ്പം ഞാൻ ഒരു 8 മണിക്ക് മുന്നേ എന്തായാലും ഫുഡ് കഴിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് എൻ്റെ ഒരു സെൽഫ് ലവിൻ്റെ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മൾക്കുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാനോ ഒന്നും ഒരു സമയവും കിട്ടില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു. പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ആൾക്കാർ, അതായത് ഇപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ ആൾക്ക് വളരെ നന്നായിട്ട് ആ കാര്യം മനസ്സിലാവും. നന്നായി, നല്ല കാര്യം എന്നാണ് എൻ്റെ അടുത്ത് പറയുക. അതല്ലാതെ എന്നെ കൂട്ടാതെ ഫുഡ് കഴിച്ചു അങ്ങനെയൊന്നും പറയുന്ന ആളല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമായിട്ട് തന്നെ അത് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.